അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിക് ന്യൂ ഇയർ ആണ് മുഹറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മുഹറത്തിൽ നമ്മൾ മാസം കണ്ടു എന്ന് അറിഞ്ഞ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം മുഴുവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും. ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളൊരു കാര്യമാണ് നമ്മൾ എല്ലാ വർഷവും എഴുതുന്ന പോലെ തന്നെ ഇത്തവണയും ബിസ്മി എഴുതുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ ഞാൻ ബിസ്മി എഴുതുന്നതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും കുറേ പേർക്കൊന്നും എങ്ങനെയാണ് ബിസ്മി കറക്റ്റായിട്ട് എഴുതേണ്ടതെന്നൊന്നും അറിയാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് കാണിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ബിസ്മി എഴുതിയിട്ട് എൻ്റെ ലൈഫിലുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയെന്നുള്ളതും കൂടി ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ബിസ്മി എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നോക്കാം. ബിസ്മി എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല വൃത്തിയുള്ള വരയില്ലാത്ത പേപ്പർ വേണം എടുക്കാൻ. A4 ഷീറ്റ് ആണെങ്കിൽ അത്രയും നല്ലതാണ്. എന്നിട്ടതിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ഗ്യാപ്പ് വിട്ടിട്ട് ഒറ്റ അക്ഷരങ്ങളായിട്ട് വേണം എഴുതാൻ. ടോട്ടൽ 19 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. പിന്നെ ഇതിൽ ഹർക്കത്തുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ എഴുതിയാൽ മതി. പിന്നെ ടോട്ടൽ 113 തവണയാണ് നമ്മൾ ബിസ്മി എഴുതേണ്ടത്. എണ്ണം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടെ എണ്ണി നോക്കിയിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. ചില ആളുകളൊക്കെ 1 2 3 അങ്ങനെ നമ്പേഴ്സ് ഇട്ടിട്ട് എഴുതുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ എഴുതാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു പേപ്പറിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ 1 2 3 എന്ന് എഴുതുമ്പോൾ അതിൽ വേറെയും അക്ഷരങ്ങൾ വരികയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എഴുതുക. ഇനി നിങ്ങൾക്ക് തെറ്റിപ്പോവും എന്ന് പേടിയുണ്ടെങ്കിൽ ഓരോ ഡോട്ടായിട്ട് ഇട്ട് വെക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതായത് ആദ്യം നമ്മളൊരു 10 ഡോട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് ഓരോ ബിസ്മി എഴുതുമ്പോഴും ആ ഡോട്ടിൻ്റെ മുകളിലൂടെ എഴുതുക. അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും എണ്ണം തെറ്റിപ്പോവാറില്ല. അതുപോലെ തന്നെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുതുകയാണെങ്കിൽ തെറ്റാതെ നമുക്ക് എഴുതാൻ പറ്റും. ഇത് ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയിട്ടുള്ള പേപ്പറാണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു തരികയാണ്. അപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട് കമൻറ്റിലൊക്കെ, ഒരു പേപ്പറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എഴുതിയാൽ കുഴപ്പമുണ്ടോ, ഒരു സൈഡിൽ തന്നെ കൊള്ളുന്നില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു സൈഡിൽ തന്നെ എഴുതാൻ പറ്റും. ഞാൻ ചെയ്യാറുള്ളത് ഒരു A4 സൈസിലുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് അതിനെ ഇതുപോലെ 3 പാർട്ടാക്കിയിട്ട് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ 38 പ്രാവശ്യം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നെഴുതുക. അതുപോലെ സെക്കൻഡ് പാർട്ടിലും 38 പ്രാവശ്യം എഴുതുക. തേർഡ് പാർട്ടിൽ 37 പ്രാവശ്യം എഴുതുക. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 113 പ്രാവശ്യം നമുക്ക് ഈ ഒരു ഒറ്റ സൈഡിൽ തന്നെ ബിസ്മി എഴുതാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെയാണ് ബിസ്മി എഴുതാറുള്ളത്. എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ടാണോ നമ്മൾ എഴുതിയിട്ടുള്ളതെന്ന് നോക്കണം. മാത്രമല്ല 113 എണ്ണം തന്നെയാണോ നമ്മൾ എഴുതിയിട്ടുള്ളത് എന്നുള്ളതും നോക്കുക. അത് കഴിഞ്ഞിട്ട് 113 പ്രാവശ്യം നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നടന്നു കിട്ടാനുള്ളത് അതൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എന്നിട്ട് ഈ പേപ്പറിൽ ബിസ്മി ചൊല്ലിയിട്ട് മന്ത്രിക്കുക. ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കിത് ഏതെങ്കിലും നമ്മളെ പേഴ്സിലോ ബാഗിലോ അല്ലെങ്കിൽ വേറെ വൃത്തിയുള്ള ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. ഇപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് എഴുതുന്നതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തത്, നമ്മൾ വുളുഓട് കൂടിയിട്ട് വേണം ഇത് എഴുതാൻ. അതുപോലെ മുഹറം 1 രാവിലോ പകലിലോ നമുക്ക് ബിസ്മി എഴുതാം. എങ്കിലും സുബഹ് മുതൽ ഉച്ച വരെയുള്ള ടൈമിൻ്റെ ഉള്ളിൽ എഴുതുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ സുബഹ് നിസ്കാരത്തിന് ശേഷമാണ് ബിസ്മി എഴുതിയത്. ഇവിടെ ഒമാനിൽ ഇന്നലെ മാസം കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ചൊവ്വാഴ്ചയാണ് മുഹറം 1. നമ്മളെ നാട്ടിൽ ബുധനാഴ്ച ആയിരിക്കും.
പിന്നെ എഴുതുന്ന സമയത്ത് നമ്മൾ കിബിലക്ക് മുന്നിട്ടിട്ട് വേണം ഇരിക്കാൻ. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് സംസാരിക്കാനൊന്നും പാടില്ല. നമ്മൾ ഈ ഒരു കാര്യം എഴുതുമ്പോൾ അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് വേണം എഴുതാൻ. പിന്നെ കുറേ ആൾക്കുള്ള സംശയമാണ് പീരീഡ്സ് ആയിരിക്കുന്നവർക്കൊക്കെ എഴുതാൻ പറ്റും എന്നുള്ളത്. പീരീഡ്സ് ആയിരിക്കുന്നവർക്കൊക്കെ എഴുതാൻ പറ്റും. ഒരു ദിക്റാണെന്ന രീതിയിൽ എഴുതാം. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി. ഇനി അടുത്തത്, കഴിഞ്ഞ വർഷം ഞാൻ ബിസ്മി എഴുതിയിട്ട് എൻ്റെ ലൈഫിലുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയെന്നുള്ളത് പറയാം. ഞാനിപ്പോൾ 5 വർഷത്തോളമായി ബിസ്മി എഴുതാൻ തുടങ്ങിയിട്ട്. അൽഹംദുലില്ലാ, ഈ ഒരു 5 വർഷം ബിസ്മി എഴുതിയിട്ട് എൻ്റെ ലൈഫിൽ കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ദുആ ചെയ്ത കാര്യങ്ങളൊക്കെ അള്ളാഹു എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. എല്ലാം നടത്തി തന്നു എന്നല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. എന്നാലും അൽഹംദുലില്ലാ, ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല അനുഗ്രഹങ്ങളും ഒക്കെ അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. നമ്മളിത് മെയിനായിട്ടും എഴുതി വെക്കുന്നത് നമ്മളെ ലൈഫിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇത് എഴുതി വെച്ചിട്ട് എൻ്റെ ലൈഫിൽ ബർക്കത്തുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ബർക്കത്ത് എന്ന് പറയുന്നത് ക്യാഷ് മാത്രമല്ല, നല്ല ആരോഗ്യം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ഇതൊക്കെ ബർക്കത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും അള്ളാഹു ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതെഴുതിയിട്ട് നമ്മളെ ലൈഫിൽ ബർക്കത്തുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇനി സാമ്പത്തികപരമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ക്യാഷൊന്നും നമ്മളെ കയ്യിലില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള ക്യാഷൊക്കെ എവിടുന്നെങ്കിലൊക്കെ നമ്മളെ കയ്യിൽ വന്നു ചേരും. അതെനിക്ക് 5 വർഷമായിട്ട് പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണത്. ഈ ഒരു ബിസ്മി നമ്മളെ പേഴ്സിൽ ഉള്ളിടത്തോളം കാലം അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല, അൽഹംദുലില്ലാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ദുആ ചെയ്തതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും നടന്നു കിട്ടാനുണ്ട്. പക്ഷെ അത് നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്കങ്ങനെ സങ്കടമൊന്നും തോന്നിയിട്ടില്ല. കാരണം അതിനേക്കാളും കൂടുതൽ അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് പല രീതിയിലും തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനൊക്കെ അള്ളാഹുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മൾക്കില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടുന്നതിനേക്കാളും നല്ലത് ഉള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ബിസ്മിയൊക്കെ എഴുതി വെച്ചിട്ട് ഒരുപാട് പേർക്ക് ലൈഫിൽ നല്ല നല്ല ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് ഇതിൽ കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും അത് നല്ലൊരു മോട്ടിവേഷനായിരിക്കും. അപ്പോൾ പറ്റുന്നവരൊക്കെ നിങ്ങളെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ, ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.